വിദ്യാഭ്യാസ രംഗത്ത് പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് തലമുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് എം.എൽ.എ പ്രസംഗം ആരംഭിച്ചത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ശ്രമങ്ങൾ പരാമർശിക്കാനും അദ്ദേഹം മറന്നില്ല. മതരാഷ്ട്രവാദികൾക്കും തീവ്രവാദികൾക്കും എതിരെയുള്ള തന്റെ സന്ധിയില്ലാ നിലപാട് സമ്മേളനവേദിയിലും പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായി. ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നാട് അന്ധവിശ്വാസത്തിൽ ആണ്ടുകടന്നിരുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് മോചനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെളിച്ചം നൽകാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാ തുറകളിലും ആണെങ്കിലും കൊള്ളാം, അതുപോലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും കൊള്ളാം, ബാക്കി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന പല മേഖലകളിലും താല്പര്യമെടുത്ത് പ്രവർത്തിച്ച് കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ്. ഒരു കാലത്ത് ആത്മീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രദേശങ്ങളിലെ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തത്തമ്മ പൂച്ച എന്ന് പറയുന്നത് പോലെ കുട്ടികളെ പഠിപ്പിച്ച് വിടുന്ന ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം വരുത്തി ആ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഇതിൻ്റെ എന്താണ് ഈ പഠിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കത്തക്ക വിധം ഇതിൻ്റെ വ്യാകരണം, ഇതിൻ്റെ അർത്ഥം, ഇത് സിലബസ് എല്ലാം ഉണ്ടാക്കി ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയത് ഈ മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് മുസ്ലിം സമുദായത്തിലെ ബാക്കിയുള്ള പല വിഭാഗങ്ങളും അത് അംഗീകരിച്ചു കൊണ്ടുവന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏതായാലും ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടാക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കാം. ഭിന്നമായ മതേതരത്വം അനുവദിച്ച് പൗരന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയ ഒരു ഭരണവ്യവസ്ഥിതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്നുള്ള കാര്യം നാം ഓർക്കണം. അതുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കാര്യം, ഇതനുസരിച്ച് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവകാശങ്ങളും ന്യൂനപക്ഷത്തിനുണ്ട്. അത് മനസ്സിലാക്കി നീങ്ങാൻ നമുക്ക് സാധിക്കണം. അതിന് ഭംഗം വരുത്തുന്നത് ഈ രാജ്യത്തെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നമുക്ക് ഒറ്റപ്പെടുത്താതെ സാധിക്കില്ല. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിനാപത്താണ്, ഈ ന്യൂനപക്ഷ സമുദായത്തിനാപത്താണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ആ തരത്തിലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഈ പ്രസ്ഥാനം വളരെ ബഹുമാന്യനായ അബ്ദുൽ ഖാദർ മൗലവി പോലുള്ള ആളുകൾ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഇത്തരത്തിലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിനാപത്ത്. പിന്നെ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്. അവർക്ക് മതവുമായി വലിയ ബന്ധവുമൊന്നുമില്ല. അത് രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. ഞാൻ പച്ചക്ക് തന്നെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ അത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആപത്തുണ്ടാക്കുന്നതാണ്. മൗദൂദിയുടെ സിദ്ധാന്തം തന്നെ എടുത്തു നോക്കിയാൽ മതേതരത്വം, ദേശീയത, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് അനിസ്ലാമികരമാണെന്ന് സിദ്ധാന്തിക്കുന്നവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.